പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞ വാക്കുകൾക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത വേറൊരു അർത്ഥമുണ്ട് എന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്ന എപ്പോഴാണെന്നറിയാമോ? അതായത് മറ്റുള്ളവർ നമ്മൾ പറഞ്ഞ വാക്കുകൾ വെച്ച് നമ്മോട് വാദിക്കുമ്പോഴാണ്. മനസ്സിലായോ? അതായത് ഒരു വാദപ്രതിവാദം വരുമ്പോഴാണ്, അയ്യോ, ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് അങ്ങനെയും ഒരു അർത്ഥം അവർ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ വാക്കുകൾക്ക് നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടാകത്തില്ല. നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ല എന്ന് പറയില്ലേ? സ്വപ്നത്തിൽ പോലും കാണാത്ത വിധത്തിലായിരിക്കാം നമ്മുടെ വാക്കുകളും നമ്മുടെ സംസാരവും മറ്റുള്ളവർ വളച്ചൊടിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ ചില സാഹചര്യങ്ങളാണ് നമ്മളെ എത്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ വിറങ്ങലിച്ച് അല്ലെങ്കിൽ നിരാശയോടെ വേദനപ്പെട്ട്, അയ്യോ, ഇതെന്താ ഇങ്ങനെ ഇവർ സംസാരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? അതിന് കാരണം പലപ്പോഴും നമ്മൾ ഒരു ദുരുദ്ദേശത്തോടെ പറയാത്ത വാക്കുകൾ ആയതുകൊണ്ടാണ്. അതായത് നിർമ്മലമായ മനസ്സിൽ നിർമ്മലമായ വാക്കുകൾ എന്ന് ചിന്തിച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് അതുപോലെ ഉൾക്കൊള്ളണമെന്നില്ല. കേൾക്കുന്നവർ അതിനെ ആ രീതിയിൽ വ്യാഖ്യാനിക്കണമെന്നില്ല. ആ വാക്കുകളെല്ലാം അവർക്ക് അവരുടേതായ നിലയിൽ വ്യാഖ്യാനിക്കാം. ഇവിടെ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ, വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെയുള്ള ലോകം യേശുവിന്റെ മേൽ ചുമത്തിയത് ആ നല്ല ഉദ്ദേശമായിരുന്നില്ല. മറിച്ച് യേശുവിന്റെ സാമ്രാജ്യം സ്ഥാപിക്കാൻ വരുന്നു എന്നുള്ള കുറ്റം ചുമത്തുകയാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതൊന്നും കേട്ട യേശു പകച്ചു നിന്നില്ല. അതിന്റെ പേരിൽ വന്ന ശിക്ഷ ഏറ്റെടുക്കാതിരുന്നില്ല. അതിൽ നിന്നൊന്നും യേശു ഒഴിഞ്ഞു മാറിയില്ല എന്നുള്ളതാ സത്യം. കാരണം യേശുവിന്റെ ജീവിതത്തിൽ വന്നതിന്റെ ഉദ്ദേശം ഒരു സത്യമായതുകൊണ്ട്, അത് നിർമ്മലമായതുകൊണ്ട്, അത് വ്യാജമല്ലാത്തത് കൊണ്ട് യേശു ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം സാധീകരിക്കാൻ, അതിനെ പൂർത്തീകരിക്കുവാൻ ഈ കഷ്ടങ്ങളെല്ലാം മനസ്സോടെ വഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാ വേദനപ്പെടുന്നത്? നമ്മൾ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ വാക്കുകൾ, നന്നാകാൻ വേണ്ടി പറഞ്ഞ വാക്കുകൾ, നല്ല നിലയിലായി തീരുമെന്ന് വിചാരിച്ച് പറഞ്ഞൊരു അഭിപ്രായങ്ങൾ മറ്റുള്ളവർ ദുർവ്യാഖ്യാനമാക്കി മാറ്റുമ്പോൾ, അത് വ്യാജ വർത്തമാനമാക്കി മാറ്റുമ്പോൾ, അതിന്റെ അർത്ഥം നെഗറ്റീവ് ലെവലിലേക്ക് മാറ്റാനായി ശ്രമിച്ച് അതിന് പരിശ്രമിക്കുമ്പോൾ, അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നാം എന്തിനാ വിഷമിക്കുന്നത്? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു ഉദ്ദേശമില്ലേ? നമ്മൾ പറഞ്ഞ വാക്ക് എന്താണെന്ന് നമുക്ക് ഒരു ഉറപ്പില്ലേ? അത് നിർമ്മലമാണെന്ന് നമുക്കൊരു ഉറപ്പില്ലേ? തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നാം പറഞ്ഞ വാക്ക് സത്യമാണെന്ന് ഏവരും മനസ്സിലാക്കുന്ന ഒരു സുദിനം വരും. പ്രത്യേകിച്ച് നമ്മുടെ വാക്കുകൾ വളച്ചൊടിച്ച് ഒരു ഒരു മോശകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയ ആളുകൾ പോലും മനസ്സിലാക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ അതിവിദൂരമല്ല. അതാണ് യേശുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിന്റെ എളിമത്വം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിന്റെ ജീവിതത്തിലെ ശൈലി നമ്മെ പഠിപ്പിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള എളിയ വാക്കെന്ന് പറയുന്നത്, നിരാശ വേണ്ട, വേദന വേണ്ട. നമ്മുടെ വാക്കുകൾ ആരേത് രീതിയിലും ദുർവ്യാഖ്യാനിച്ചോട്ടെ, എത്രമാത്രം കുറ്റം ചുമത്തിയാലും മാനുഷികമായ നിലയിൽ വരുന്ന വേദനകൾ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉണ്ട്, ഒരു പക്ഷേ താങ്ങാവുന്നതിൽ അപ്പുറമാകുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അതിനെ വഹിക്കാൻ കഴിയുന്ന ഒരുത്തൻ നമുക്ക് വേണ്ടി ഇതെല്ലാം മുന്നമേ സഹിച്ചിട്ടുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഈ വിഷയങ്ങൾ ഭരമേൽപ്പിക്കാം. അവൻ നമ്മെ നടത്തുവാൻ, അവൻ നമ്മെ പുലർത്തുവാൻ, അവൻ നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മുടെ സത്യത്തെ ഇന്നില്ലെങ്കിൽ നാളത്തേതിൽ അതിനെ സത്യമാക്കി കൊണ്ടുവരുവാൻ, നമ്മുടെ നല്ല വർത്തമാനത്തെ ആര് ദുർവ്യാഖ്യാനിച്ചാലും അതിനെ സത്യമാക്കി കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു സത്യവാനായ ദൈവം നമുക്കുണ്ട് എന്ന ഉറപ്പോടെ, ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ വാക്കുകളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് പ്രാപിച്ചെടുക്കാം. ദൈവം അതിനുവേണ്ടി നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.